ഹായ് ഡിയേഴ്സ്, ഇന്ന് മറ്റൊരു മനോഹരമായ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു സലാല ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് ഷാർജയിൽ നിന്നും സലാല വരെ നമ്മുടെ ഒരു ഓൺ വെഹിക്കിളിന് യാത്ര ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കൊച്ചു ഫാമിലിക്ക് എങ്ങനെ ചെലവ് കുറഞ്ഞ് സലാല പോലെ മനോഹരമായ ഒരു സ്ഥലത്ത് എങ്ങനെ നമുക്ക് എത്തിച്ചേരുമെന്നും ആ വഴിയിലെ മനോഹരമായ കാഴ്ചകളും ക്ലൈമറ്റ് ചേഞ്ച് ആകുന്ന ഒരു ദൃശ്യവിരുന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാക്സിമം ശ്രമിക്കും. നമ്മളിപ്പം യാത്ര ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പെട്രോൾ സ്റ്റേഷനിൽ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചേക്കുവാണ്. ഞാൻ ഇരിക്കുന്നത് ദുബായിലാണ്. ദുബായിൽ നിന്ന് അബുദാബിയിലോട്ട് പോവുകയാണ്. അബുദാബി അലൈൻ ത്രൂ ആണ് നമ്മൾ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് എങ്ങനെയായിരിക്കും അവിടുത്തെ വിസ നടപടികളും എക്സിറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സലാല ട്രിപ്പിന് ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടത് ഷാർജ ദുബായ് അലൈൻസ് സ്ട്രീറ്റ് ലൈറ്റുകളാൽ പ്രത്യേക വൈബ് കിട്ടുന്ന മോർണിംഗ് ഡ്രൈവാണ്. പിന്നെ ഒറ്റ ഡേ ടൈം ഡ്രൈവിൽ നമ്മൾ സേഫായി സലാലയിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ ട്രിപ്പ് അതിരാവിലെ 2 മണിക്ക് ഷാർജയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മണിക്ക് നമ്മൾ മിസ്യാദ് ബോർഡറിൽ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മിസ്യാദ് ബോർഡറിൽ എത്തിയിരിക്കുന്നു. ഇനി ആദ്യം നമുക്ക് UAE എക്സിറ്റ് സ്റ്റാമ്പ് പാസ്പോർട്ടിൽ ലഭിക്കണം. പിന്നീട് 2 ചെക്ക് ഇൻ പോയിന്റിന് ശേഷം ഒമാൻ വിസ പ്രോസസ്സ് ആണ്. UAE എക്സിറ്റ് ഫീ ഒരാൾക്ക് 30 ദിർഹംസ് പ്ലസ് വാറ്റ് ആണ്. ഒമാൻ വിസയ്ക്ക് പ്രത്യേക ചാർജസ് ഒന്നും ആയില്ല. നമ്മളിപ്പോൾ ഒമാൻ എത്തിയിരിക്കുന്നു. കുറച്ച് മുന്നോട്ട് പോയാൽ ചെറിയ ഗ്രോസറി കാണാം. അവിടെ ഒരു മലയാളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്ന് സിം എടുക്കാം, കാരണം ഗൂഗിൾ മാപ്പിൽ പുതിയ റൂട്ട് അപ്ഡേറ്റ് ആകാൻ ഡാറ്റ വേണം. 5 റിയാൽ മുതൽ സിം ലഭ്യമാണ്. ഞങ്ങൾ 8 റിയാൽ കൊടുത്ത് ഏകദേശം 80 ദിർഹംസ് 8 GB ആനുകൂല്യമുള്ള സിം വാങ്ങി. ഇനി നമുക്ക് യാത്ര തുടരാം. ഇനി കുറച്ച് സമയം ഇതുവരെയുള്ള ഒരു അനുഭവം പറയട്ടെ. ഞങ്ങൾ UAE എക്സിറ്റ് ചെയ്ത് ഒമാൻ ബോർഡറിൽ വിസയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസർ അത്ഭുതപ്പെട്ടു. കാരണം ഞങ്ങളുടെ 3 പേരുടെ പാസ്പോർട്ടിലും എക്സിറ്റ് സ്റ്റാമ്പ് ഇല്ലായിരുന്നു. അതിനെ തുടർന്ന് ഞങ്ങൾക്ക് വീണ്ടും UAE ഗേറ്റിൽ തിരിച്ചുപോയി ക്യൂ നിൽക്കേണ്ടി വന്നു. 2ാമത്തെ പ്രാവശ്യം അത്യാവശ്യം തിരക്കായിരുന്നു. ഭാഗ്യത്തിന് സെയിം സ്റ്റാമ്പ് തരാതിരുന്ന ഓഫീസർ ആയിരുന്നു കൗണ്ടറിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ചെറിയ സോറിയൊക്കെ പറഞ്ഞ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു തന്നു. പിന്നീടെല്ലാം സ്മൂത്തായി നടന്നു. സോ നിങ്ങളും ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുമല്ലോ അല്ലേ? ചെറിയൊരു ടിപ്പ്: വണ്ടിയുടെ പെട്രോൾ ഏകദേശം ഹാഫ് ടാങ്ക് ആയാൽ അടുത്ത പമ്പിൽ തന്നെ റീഫിൽ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പെട്രോൾ സ്റ്റേഷനിലും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഗൂഗിൾ മാപ്പിലാണ് റൂട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ റൂട്ട് 21 ആയിരിക്കാം എടുക്കുന്നത്. ഈ റൂട്ടിൽ മിക്ക പെട്രോൾ സ്റ്റേഷനും 100 to 200 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതുകൊണ്ടാണ് എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോൾ ഫിൽ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ സലാലയെ കുറിച്ച് ചെറിയ പോയിന്റ്സ് ഇനി പറയുകയാണെങ്കിൽ, സലാല എന്ന് പറയുമ്പോൾ എന്നും ഒരു അത്ഭുതമാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കാണുന്ന സമുദ്രവും അമ്പരചുംബികളായ മലകളും വെള്ളച്ചാട്ടവും അരുവികൾ, നദികൾ, മരുഭൂമികൾ. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു അനുഭവം സമ്മാനിക്കുന്ന വേറൊരു പ്ലേസ് മറ്റൊരു സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്.
അതെ ഡിയേഴ്സ്, നമ്മൾ ഏകദേശം സലാലയോട് അടുത്തെത്തിയിരിക്കുന്നു. ഇനി ഏകദേശം 400 കിലോമീറ്റർ, 400 കിലോമീറ്റേഴ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും, കർത്താവേ സലാല ഇങ്ങനെ തന്നെയാണോ, ഇപ്പോഴും മരുഭൂമി തന്നെയാണോ, നമ്മൾ പോയത് വെറുതെ ആവുമോ എന്ന്. പക്ഷേ ഇല്ല, സലാലയോട് ചേർന്നിരിക്കുന്ന സ്ഥലങ്ങൾ മുതലേ നമുക്ക് ആ ഗ്രീൻ സ്പേസ് അല്ലെങ്കിൽ ആ കേരളത്തിൻ്റെ ആ ലുക്ക് ആൻഡ് ഫീല് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുള്ളൂ. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ചെറിയ ഡൗട്ടാണ് പെട്രോൾ സ്റ്റേഷൻ അടുത്തടുത്തില്ല. അത് കാരണം എപ്പോഴും ടാങ്ക് ഫുള്ളായിരിക്കണം എന്നുള്ളത്. ഓരോ പെട്രോൾ പമ്പും ഏകദേശം 100 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. പുതിയതായിട്ട് പെട്രോൾ സ്റ്റേഷൻ വന്നിട്ടുമുണ്ട്. അത് കാരണം നമ്മൾ ഒരു കാരണവശാലും പെട്രോൾ എപ്പോഴും എല്ലാ പെട്രോൾ സ്റ്റേഷനിലും വന്ന് ഫുൾ ടാങ്ക് അടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, നൈറ്റിൽ ഡ്രൈവ് ചെയ്യുന്നത് അത്ര സേഫ്റ്റി അല്ല, അത്ര നല്ലതും അല്ലെന്ന്. കാരണം ഇപ്പം നമ്മൾ റോഡിലോട്ട് നോക്കുവാണെങ്കിൽ കണ്ടോ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. നമുക്ക് ഒരു ഇരുട്ടിൽ നമുക്ക് ആകപ്പാടെയുള്ള ലൈറ്റ് എതിരെ വരുന്ന വണ്ടികളുടെ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണിന് നല്ല സ്ട്രെയിൻ ആയിരിക്കും. ഫൈനലി നമ്മൾ സലാലയിൽ എത്തിയിരിക്കുന്നു. കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വെറും മിനിറ്റുകൾ കൊണ്ടാണ് കാലാവസ്ഥ മാറിയിരിക്കുന്നത്. ചുറ്റിലും കോട നിറഞ്ഞിരിക്കുന്നു, നല്ല മഞ്ഞുമുണ്ട്. വളരെ പെട്ടെന്ന് മഞ്ഞിൽ മൂടപ്പെട്ട ഒരു അവസ്ഥ പറഞ്ഞു വിവരിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു അനുഭവം ഒരു ലോട്ടറി അടിച്ച ഫീൽ. ശരിക്കും ഓൺ റോഡ് ഡ്രൈവ് വസൂലായി. ഒരു പക്ഷേ ഞങ്ങൾ സ്വല്പം ലേറ്റ് അല്ലായിരുന്നെങ്കിൽ ഈ ഒരു അനുഭവം ലഭിക്കില്ലായിരുന്നു. ഒരു പക്ഷേ സലാലയിൽ ഇതൊരു കോമൺ ആയിരിക്കും. പക്ഷേ UAE നിന്നും നമ്മൾ വരുമ്പോൾ സ്പോട്ടിലുള്ള ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ഇറ്റ്സ് റിയലി മിറാക്കിൾ ഫീലിംഗ്. നോക്കൂ, തൊട്ടു മുന്നിൽ കാണുന്ന വാഹനം പോലും കാണാൻ സാധിക്കുന്നില്ല. ഉള്ളിലാണ് ചെറിയൊരു പേടിയൊക്കെയായി. ഒരു സർപ്രൈസ് വെൽക്കം ആയിപ്പോയി സലാല നമുക്ക് തന്നത്.